നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ തള്ളി പറഞ്ഞ് പടിയിറങ്ങി പോയപ്പോ നെഞ്ചു പൊട്ടി വീണത് നമ്മുടെ അമ്മ. അറിയോ, ആ കാര്യം പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. എടി, നിന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഈ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിലല്ലോ അമ്മയ്ക്ക് വേഗം സുഖമാവുന്ന ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഒപ്പം വരെ നീ കൂട്ടാക്കിയില്ലല്ലോ. നീ വരില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോഴാ നിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മ കാണുന്നതും നീ അമ്മയ്ക്കെതിരെ പരസ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. എന്താണ് നിനക്കൊന്നും പറയാനടി? ഞാൻ എന്ത് പറയാനാ? പറയാനുള്ളതെല്ലാം വിഷ്ണുട്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ? നിനക്ക് മേലെ ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അല്ലാതെ നീ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ വിശ്വസിക്കില്ല. അതാരുടെ ഭാഗത്തുനിന്നാലും നീനോട് തുറന്നു പറ. ഒരിക്കലില്ല വിഷ്ണുട്ടാ. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടി അങ്ങനെയാന്ന് എന്നോടൊരു കല്ലെങ്കിലും പറയടി. നിന്നെ ഇങ്ങനെ കാണാൻ ഏട്ടന് ഇഷ്ടമില്ലാത്തോണ്ടാ. ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനായിട്ടാ? എന്നെ കാണാഞ്ഞു, എന്റെ ശബ്ദം കേൾക്കാഞ്ഞു അമ്മയുടെ നെഞ്ചു തകരുന്ന കാര്യം ഏട്ടൻ പറഞ്ഞല്ലോ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു സമാധാനമെങ്കിലും ഉണ്ട് അമ്മയ്ക്ക്. അപ്പോ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു വട്ടം പോലും അമ്മ എന്നുള്ളൊരു കുഞ്ഞിന്റെ വിളി കേൾക്കാതെ പോയ എന്റെ അവസ്ഥ എന്താവും വിഷ്ണുട്ടാ? അവൻ എവിടെയുള്ളത്? ഭൂമിയിലോ, ആകാശത്തോ, അതോ പാതാളത്തിലോ? വിഷ്ണുട്ട പറ, അത് ചെയ്ത സ്ത്രീയോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും വിഷ്ണുട്ടാ? അത് ഒരമ്മ. വിഷ്ണുട്ട ചായ കുടിക്കും. എപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ അമ്മയാണത്? വിഷ്ണുട്ട പ്ലീസ്, ഇറങ്ങിപ്പോവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞ് മേലാൽ ഇനി ഈ പടി കയറരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ വിചാരണ ചെയ്യാനും ക്രൂശിക്കാനും തുടങ്ങിയാലുണ്ടല്ലോ, ഞാൻ ആന്റിയോട് പറഞ്ഞു കൊടുക്കും. നീ ഇപ്പൊ ചെയ്ത് ഈ ചെറ്റത്തരത്തിലുണ്ടല്ലോ, നിന്റെ തല മുട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്തിരുത്തി ചമ്മട്ടി കൊണ്ടടിച്ച് നാട് കടത്തണതാ. ഞാനത് ചെയ്യാത്തതേ നിന്റെ ആന്റിയെ പേടിച്ചിട്ടൊന്നുമില്ല. എന്റെ ഭാര്യ ശാലിനി ജില്ലാ കളക്ടറിന്റെ ബോർഡ് വെച്ച കാറിലെ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങുമ്പോ അത് കാണാൻ നീ ഇവിടെ ഉണ്ടാവണം. ശാലിനി ആരാന്നേ അന്നേ കാലണയുടെ മൂല്യമില്ലാത്ത നിനക്ക് മനസ്സിലാവൂടി. നീ കുറിച്ചു വെച്ചോ അത്. ഇനിയുള്ള വിഷ്ണുവിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എന്റെ ശാലിനി ഒരു IAS കാരിയാക്ക. ഇനി ഒരു കടലാസ് കഷ്ണം കീറിയണമെന്ന് നിനക്കത് തടയാനാവില്ലടി സുസ്മിത. പിന്നെ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് കേട്ടല്ലോ. മേലിൽ ശാലിനിയുടെ വഴിക്ക് നീ വന്നാലുള്ള ശിക്ഷ
ഭീകരായിരിക്കും. മനസ്സിലായില്ലേ? വിഷ്ണുട്ടാ, വേണ്ട വന്നേ. ഇവളോട് പറയുന്നതിലും ഭേദം വല്ല കഴുതയോടും പറയുന്നതാ. വാ അല്ലേ വേണം. വിഷ്ണുട്ടാ, മാ വേണ്ടെന്നറിയോ? പോ. നിക്കടി അവിടെ. ഞാൻ ഇവിടെ പലതും ചെയ്തെന്നിരിക്കും. ശാലിനിക്ക് വരുന്ന ഇന്റർവ്യൂ ലെറ്റർ പൊട്ടിക്കോ കീറിക്കളയോ ചെയ്യും. അതല്ലെങ്കിൽ കത്തിച്ചു കളെ. ചിലപ്പോഴേ ഈ വീടടക്കം കത്തിച്ചെന്നിരിക്കും. അത് കണ്ടോ കേട്ടോ എന്ന് ഓരോ കാതിച്ചെന്ന് പറയാൻ നിന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ വലിച്ചു കീറുന്ന നിന്നെയായിരിക്കും. എന്നോടൊരു പട്ടിയും ചോദിക്കാൻ വരില്ല. ഓർത്തോ നീ? നമ്മുടെ രണ്ടാളുടെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞുള്ള കളി മാത്രം മതി. വയ്ക്കോ. എന്താടി? കുഞ്ഞെന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ രണ്ടാളിന്റെ സ്ഥാനം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ വീടിനെ ആശ്രയിച്ച് കഴിയുന്നവരാ നമ്മൾ രണ്ടാളും. ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കുഞ്ഞൊരു ജോലിയും ചെയ്യാതെ ഇരുന്നുള്ളൂ. എനിക്ക് ഇവിടുന്ന് പോയാ വേറെ എവിടെയും ജോലി കിട്ടും. പക്ഷേ കുഞ്ഞ് ഇവിടുന്ന് പോയാ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് കൂലിയായിട്ട് ആഹാരമല്ല അടിയാ കിട്ടുക. എന്തു പറഞ്ഞടി? വേണ്ട, അടങ്ങി നിൽക്കു കുഞ്ഞെ. ശാലിനി കുഞ്ഞിന്റെ ഇന്റർവ്യൂ ലെറ്റർ കീറിക്കളഞ്ഞതിന്റെ തരിപ്പിലാ വിഷ്ണു സാറിന്റെ കയ്യ്. ഇതും കൂടി അറിഞ്ഞാ ആ തരിപ്പ് ഈ കവിളത്ത് തീർത്തന്നിരിക്കും. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ചൊറിച്ചിലിന്റെ പേര് അസൂയ എന്നാ കുഞ്ഞെ. മനുഷ്യനായാലേ അല്പമെങ്കിലും നാണം വേണം. കഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.